ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രണ്ട് അനിയന്മാരിൽ ഒരനിയൻ ഷിൻചാൻ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ ഗൈസ്. അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വരികയാണ്. അപ്പോൾ നമുക്ക് നേരെ അവനെ പിക്കപ്പ് ചെയ്യാൻ പോകണം. ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത്, കാരണം കുറേ കാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ് അവനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അവനെ പിക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ച വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇതൊരു ഡിഫൻഡറാണ് കേട്ടോ ഗൈസ്, നല്ല വണ്ടിയൊക്കെ തന്നെ. ബാക്കിൽ അതിൻ്റെ ടയറൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല പുള്ളിങ്ങൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടിയൊക്കെ സീനായിട്ടുണ്ട്, നല്ല മൈലേജ് ഉണ്ട് കേട്ടോ ഗൈസ് ആൾ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മുടെ എയർപോർട്ട് ഇത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിൽ പോയിട്ട് അവനെ പിക്കപ്പ് ചെയ്യണം. അയ്യോ ഗൈസ്, വണ്ടിൻ്റെ തിരിക്കാൻ ഇത്തിരി ഹാർഡാണ്, അതുകൊണ്ട് ഇത്തിരി ഫാസ്റ്റായിട്ട് ഇത്തിരി സ്ട്രോങ് ആയിട്ട് തിരിച്ചാലേ തിരിയുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിതേ സ്ഥലം എത്താറായി. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഷിൻചാൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കാം കേട്ടോ ഗൈസ്. ഷിൻചാനൊരു ഏട്ടനുണ്ട്, അവൻ്റെ പേര് പിൻചാൻ എന്നാണ്. അവന് എപ്പോഴും വർക്കുണ്ട്. ഷിൻചാൻ ലീവിന് വന്നിരിക്കുകയാണ്. പിൻചാൻ ഒരു വർക്ക്, ഷിൻചാൻ വേറെ വർക്കാണ്. പിന്നെ ഗൈസ് ഇവിടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേപോലെ ഒരു പ്ലെയിനിലാണ് കേട്ടോ നമ്മുടെ ഷിൻചാൻ വരുന്നത്. അവൻ വരാൻ വേണ്ടി നമുക്ക് കുറച്ച് കാത്തിരിക്കാം. അവൻ പെട്ടെന്ന് വരികയായിരിക്കും വിചാരിക്കണം. ഓ, സ്ഥലം എത്തിയാ? വാവ്, പ്ലെയിൻ ഇപ്പം ലാൻഡ് ചെയ്യുമല്ലോ. അയ്യോ, മെല്ലെ ലാൻഡ് ചെയ്യണേ. അയ്യോ, ബ്രേക്ക് പിടിക്ക്. ഈ പൈലറ്റിന് വണ്ടി ഓടിക്കാൻ അറിയില്ല, ബ്രേക്ക് പിടിക്കണോ പൈലറ്റെ? എടാ ഷിൻചാനെ, നീ ഇത്ര പെട്ടെന്ന് എത്തിയാ? ഗൈസ് നമ്മുടെ ഷിൻചാൻ എന്താ വന്നു കഴിഞ്ഞു. അവിടെ ഷിൻചാനെ വേഗം ബാഗൊക്കെ എടുത്തിട്ട് വേഗം വാ, നമുക്ക് പോവാം. അണ്ണൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു അണ്ണൻ വരില്ലാന്ന്. ഞാൻ അങ്ങനെ നിന്നെ അത്ര വരാണ്ടിരിക്കുമോ? വാ, നമുക്ക് വേഗം പോവാ. വേഗമൊന്നും പോകണ്ടെന്നാ, പതുക്കെ പോയാൽ പോരെ, എന്തിനാ അത്ര ടെൻഷൻ? ഓ, എന്നാൽ പിന്നെ പതുക്കെ, എനിക്ക് കുഴപ്പമില്ല. ഗൈസ് നമ്മുടെ ഷിൻചാൻ അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തേ ഷിൻചാനെയും കൂട്ടി നമ്മളിപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണ, ഇതെന്തിങ്ങനെ? നമ്മൾ ഇപ്പുറത്തേക്കല്ലേ പോകേണ്ടത്, ഇത് അപ്പുറത്തേക്ക് പോകണേ? ഓ, നീ അറിഞ്ഞില്ലല്ലേ? അണ്ണൻ പഴയ അണ്ണനല്ലടാ. അണ്ണൻ പുതിയ വീടൊക്കെ വാങ്ങിച്ച് ഇത് പുതിയ വണ്ടിയാ. നിനക്കറിയോ? പുതിയ വണ്ടി, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വാങ്ങിച്ച പുതിയ വണ്ടിയാ. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വീട്. ഓ, കൊള്ളാലോ അണ്ണ. അതിൻ്റെ ഇടയിൽ അണ്ണൻ പുതിയ വണ്ടിയും പുതിയ വീടും വാങ്ങിച്ചാ? അതൊന്നും കുഴപ്പമില്ലടാ ഷിൻചാനെ. നമ്മുടെ കയ്യിൽ ഇത്തിരി പൈസ കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ പഴയ വീട് മാറ്റിയിട്ട് പുതിയ വീട് വാങ്ങിച്ചതാണ്. നീ വേഗം വണ്ടി ഇറങ്ങിയിട്ട് എൻ്റെ ഒപ്പം വാ. എടാ ഷിൻചാനെ, നീ ഇത് കണ്ടാ? നമ്മുടെ പഴയ വീടിൻ്റെ സ്വിമ്മിംഗ് പൂളിനേക്കാളും അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. ഇതിൽ കുളിക്കുമ്പോൾ അതിനൊരു സുഖം ഉണ്ട് കേട്ടോ ഷിൻചാനെ. നീ ഒരു കാര്യം ചെയ്ത്, നീ ഇതുവരെ വീട് കണ്ടിട്ടില്ലല്ലോ, നീ വീടിൻ്റെ അകത്തേക്ക് വാ ആദ്യം. ഞാൻ എന്താ വരുന്നു. എടാ ഷിൻചാനെ, ഇതാണ് കേട്ടോ നമ്മുടെ ഹാളെങ്ങനെയുണ്ട്? ഓ, അടിപൊളിയായിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ബെഡ്റൂം എങ്ങനെയുണ്ട്? ഓ, ബെഡ്റൂമും അടിപൊളിയായിട്ടുണ്ടല്ലോ. പിന്നെ ഈ TV ഓടും, പക്ഷേ ഈ PC ഇത്തിരി പണിയാണ്. നമുക്ക് PC പുതിയത് വാങ്ങണം. പിന്നെ ഷിൻചാനെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, അത് മുകളിലാണ്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ടാടാ, നിനക്ക് വർക്കൗട്ട് ചെയ്യാൻ എല്ലാം ഉണ്ട് ഇവിടെ. ഇതിൽ കയറി നിന്ന് നിനക്ക് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഡംബൽസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വർക്കൗട്ട് ചെയ്യാനുള്ള മെഷീൻസൊക്കെ കുറേ ഉണ്ട്. നമ്മുടെ 2 ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഈ വർക്കൗട്ടിൻ്റെ സാധനങ്ങളൊക്കെ. ഇതിൽ സാധനം നിനക്ക് ഇവിടെ തന്നെ നിന്ന് ഓടാനൊക്കെ പറ്റുന്നുണ്ടോ ഷിൻചാനെ? നീ വേണമെങ്കിൽ രാവിലെ ആണിച്ച് ഇതിൽ വർക്കൗട്ടൊക്കെ ചെയ്തോ. എങ്ങനെയുണ്ട്? ഓ, ഈ സെറ്റപ്പ് ഒക്കെ കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടോ? ഇനി നീ താഴേക്ക് വാ, നമുക്ക് കുറച്ച് നേരം താഴെ ഇരിക്കാം. ഞാൻ എന്താ വരുന്നു. പിന്നെ അണ്ണ, ഏതായാലും നമ്മൾ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചില്ലേ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പോ? ഓ ശരി, ട്രിപ്പ് പോവാ. നീ വേഗം എൻ്റെ പിന്നാലെ വാ, നമുക്ക് നേരെ വണ്ടി കയറിയിട്ട്. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോവുക? പോകാനൊരു സ്ഥലം കിട്ടുന്നില്ലല്ലോ. നമുക്ക് ഏതായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് വണ്ടി കയറാം. നമുക്ക് നോക്കാം, എവിടേക്കെങ്കിലും പോവാലോ. എടാ നീ വേഗം വണ്ടി കയറും. ഞാൻ എന്താ കയറി കഴിഞ്ഞു. നീ കയറി കഴിഞ്ഞാ? ഓക്കെ, വാ, നമുക്ക് നേരെ ഒരു സ്ഥലം വരെ പോവാം. നമുക്ക് നേരെ ബീച്ചിൽ പോയാലോ? അത് കൊള്ളാം, ബീച്ച് നല്ല സ്ഥലമാണ്. നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. അത് പിന്നെ അണ്ണ, ഈ വണ്ടിക്ക് എത്രയായി? ഈ വണ്ടിക്ക് അധികം വിലയൊന്നും ഇല്ലടാ, ഒരു 8 ലക്ഷം വരുള്ളൂ. പക്ഷേ ഡിസ്കൗണ്ടിന് കിട്ടിയതാണ്. ശരിക്കും അതിൻ്റെ ഒറിജിനൽ വില നല്ല വിലയുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഏതായാലും ബീച്ച് എത്താറായി കേട്ടോ. നമുക്ക് നേരെ പോവാ. ഷിൻചാനെ, നമുക്ക് ഈ വണ്ടി ഇവിടെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അയ്യോ, ഏതാ ഡ്രിഫ്റ്റ്!
ഷിൻചാൻ ഈ വണ്ടി കൊള്ളാലേ. കൊള്ളാന്നോ? ഏതാ അടിപൊളി വണ്ടി? ആ പിന്നെ ഷിൻചാനെ, നമുക്ക് ആകെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. നമുക്കൊരു പുതിയ വണ്ടി വാങ്ങണം. നീ തന്നെ പറ, ഏത് വണ്ടി വേണം? ആ അണ്ണാ, ഇപ്പൊ തൽക്കാലത്തേക്ക് വണ്ടിയൊന്നും വേണ്ട. നമുക്ക് തൽക്കാലത്തേക്ക് ഈ വണ്ടി കൊണ്ടത്തിന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. വണ്ടി വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ വന്ന കാര്യം നോക്കാം. നമുക്കതെല്ലാം കുറച്ച് നേരം ബീച്ചിൽ എൻജോയ് ചെയ്യാം. എടാ ഷിൻചാനെ, നീ വേഗം വണ്ടി ഇറങ്ങ്. നമുക്ക് ഇത്തിരി നേരം മറ്റേ ആ ഒരു ചെറിയ വീടില്ലേ, അതിൻ്റെ അകത്ത് കയറിയിരിക്കുക. വാടാ, നീ വേഗം വാ. ആ അണ്ണാ, ഞാൻ എന്താ വരുന്നു. വാ, ഇതിൻ്റെ സൈഡ് കൂടെ കയറ്. നീ എന്തിനിങ്ങനെ അപ്പുറത്തോടൊക്കെ പോകാൻ നിൽക്കണം? ഇതിൻ്റെ സൈഡ് കൂടെ തന്നെ കയറ്. ആലേ, ഇതിൻ്റെ സൈഡ് കൂടെ കയറാലേ. എന്തിനാ അത്ര അപ്പുറത്തൂടെ പോയി ഇത്ര കഷ്ടപ്പെടുന്നു? ആ, നീ എൻജോയ് ചെയ്തടാ. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ ഷിൻചാനെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി അവനെ കുറേ കറക്കി കാണിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് വലിയ സീനൊന്നുമില്ല. നമ്മളിതേ വണ്ടി അങ്ങനെ അകത്ത് കയറ്റി പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് ബൈ. അയ്യോ, പുതിയ വീട് അതങ്ങനെയായിരുന്നു അണ്ണാ? എടാ അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇതേപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ഇപ്പം മനസ്സിലായാ? ഓ, മനസ്സിലായി.